നമസ്കാരം. മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് AMMA. വാർത്ത പലപ്പോഴും കേൾക്കുന്ന ഈ പേര് ചിലപ്പോൾ അഭിനേതാക്കളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ചിലപ്പോൾ വിവാദങ്ങളുമായും ചിലപ്പോൾ സംഘടനയുടെ തിരഞ്ഞെടുപ്പുകളുമായും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. പക്ഷേ ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. AMMA എന്ന സംഘടന എങ്ങനെയാണ് രൂപം കൊണ്ടത്? ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? അംഗങ്ങൾ ആരൊക്കെയാണ്? സംഘടന ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പിന്നീട് എന്തുകൊണ്ടാണ് ഈ സംഘടന വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയത്? ഇന്നത്തെ വീഡിയോയിൽ ആരെയും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ അല്ല നമ്മുടെ ശ്രമം. വ്യക്തികളെയല്ല, ചരിത്രത്തെയും സംഭവ വികാസങ്ങളെയും മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒരു സംഘടനയുടെ വിജയങ്ങളും വിമർശനങ്ങളും ഒരുപോലെ അറിയുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകുന്നത്. അതിനാൽ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇന്ന് സിനിമാ രംഗം വളരെ വലിയൊരു വ്യവസായമാണ്. എന്നാൽ ഏതാനും പതിറ്റാണ്ടുകൾ മുൻപ് സ്ഥിതി വ്യത്യസ്തമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും സ്ഥിരമായ വരുമാനമോ സാമ്പത്തിക സുരക്ഷയോ ഉണ്ടായിരുന്നില്ല. ഒരു കലാകാരൻ അസുഖബാധിതനായാൽ ചികിത്സയ്ക്കുള്ള സഹായം കണ്ടെത്തുക പ്രയാസമായിരുന്നു. വയസ്സായ ശേഷം ജോലി കുറഞ്ഞാൽ ജീവിത ചിലവുകൾ കണ്ടെത്തുന്നതും ബുദ്ധിമുട്ടായിരുന്നു. ഇൻഷുറൻസ്, പെൻഷൻ, ക്ഷേമനിധി തുടങ്ങിയ സംവിധാനങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ വളരെ പരിമിതമായിരുന്നു. അത്തരം സാഹചര്യത്തിലാണ് സിനിമയിലെ അഭിനേതാക്കൾ പരസ്പരം സഹായിക്കുന്ന ഒരു കൂട്ടായ്മ വേണമെന്ന ചിന്ത ശക്തമായത്. അത് പിന്നീട് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ്, ചുരുക്കത്തിൽ AMMA എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. 1990കളുടെ തുടക്കത്തിൽ മലയാള സിനിമ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു. ഈ സമയത്താണ് പ്രമുഖ അഭിനേതാക്കൾ ചേർന്ന് ഒരു ക്ഷേമ സംഘടന രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വ്യക്തമായിരുന്നു. ഒന്നാമതായി, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അംഗങ്ങൾക്ക് സഹായം നൽകുക. രണ്ടാമതായി, ചികിത്സാ സഹായവും അടിയന്തര ധനസഹായവും ഉറപ്പാക്കുക. മൂന്നാമതായി, കലാകാരന്മാർക്കിടയിൽ ഐക്യവും സഹകരണവും വളർത്തുക. നാലാമതായി, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുക. അതായത് തുടക്കത്തിൽ AMMA ഒരു ട്രേഡ് യൂണിയനേക്കാൾ കൂടുതലായി ഒരു ക്ഷേമ സംഘടന എന്ന നിലയിലാണ് പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് AMMA പ്രവർത്തന രീതി. സംഘടനയ്ക്ക് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അടങ്ങുന്ന ഒരു ഭരണസമിതിയുണ്ട്. നിശ്ചിത ഇടവേളകളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയും അംഗങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ജനറൽ ബോഡി യോഗങ്ങളിലും ചർച്ച ചെയ്താണ് സാധാരണയായി കൈക്കൊള്ളുന്നത്. അതിനാൽ AMMA ഒരു വ്യക്തി നിയന്ത്രിക്കുന്ന സംവിധാനമല്ല, നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗ സംഘടനയാണ്. ഇവിടെയാണ് നമ്മുടെ ചരിത്രയാത്ര ആരംഭിക്കുന്നത്. ഒരു സംഘടന രൂപീകരിക്കുക എന്നത് എളുപ്പമാണ്, എന്നാൽ വർഷങ്ങളോളം അതിനെ നിലനിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. AMMA കാര്യത്തിലും അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. രൂപീകരണത്തിന് ശേഷം സംഘടനയുടെ മുന്നിലുണ്ടായിരുന്നത് ഒരുപാട് വെല്ലുവിളികളായിരുന്നു. അംഗങ്ങളുടെ വിശ്വാസം നേടണം, സാമ്പത്തിക അടിത്തറ ശക്തമാക്കണം, സഹായം ആവശ്യമായ കലാകാരന്മാരെ കണ്ടെത്തണം. ഇതിനൊപ്പം മലയാള സിനിമയിലെ വിവിധ തലമുറകളെ ഒരേ വേദിയിൽ ഒരുമിപ്പിക്കാനും കഴിയണം. ആദ്യകാലത്ത് AMMA പ്രധാനമായും ഒരു ക്ഷേമ സംഘടന എന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അംഗങ്ങൾക്ക് ധനസഹായം നൽകുക, ചികിത്സാ ചെലവുകൾക്ക് സഹായം എത്തിക്കുക, പ്രായാധിക്യം കാരണം അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന കലാകാരന്മാരെ പിന്തുണയ്ക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യങ്ങളായി മാറിയത്. അതോടൊപ്പം അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഐക്യവും വളർത്തുക എന്നതും സംഘടനയുടെ പ്രധാന ദൗത്യമായിരുന്നു. AMMA കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എല്ലാ അഭിനേതാക്കളും AMMA അംഗങ്ങളാണോ? അതിനുള്ള ഉത്തരം അല്ല. AMMA സ്വന്തമായ അംഗത്വ മാനദണ്ഡങ്ങളുണ്ട്. അപേക്ഷ, അംഗീകാരം, സംഘടനയുടെ നിയമാവലി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അംഗത്വം നൽകുന്നത്. സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം ഒരാൾ സുമേധ AMMA അംഗമാകുന്നില്ല. അംഗത്വം ലഭിച്ച ശേഷം സംഘടനയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ട ഉത്തരവാദിത്വവും അംഗങ്ങൾക്കുണ്ട്. ഇതൊരു സോഷ്യൽ ക്ലബ്ബ് മാത്രമല്ല, നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. പൊതുജനങ്ങൾ കൂടുതലായും അറിയുന്നത് സംഘടനയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ്. എന്നാൽ വാർത്തകളിൽ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടന നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗങ്ങൾക്ക് അടിയന്തര ധനസഹായം, ഗുരുതര രോഗങ്ങൾ ബാധിച്ച കലാകാരന്മാർക്ക് ചികിത്സാ സഹായം, പ്രായമായ അംഗങ്ങൾക്ക് വിവിധ സാഹചര്യങ്ങളിൽ പിന്തുണ, അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സമയങ്ങളിൽ സഹായം, ചില അവസരങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും സംഘടന സംഭാവന ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം AMMA പൊതുവെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത വശങ്ങളാണ്. AMMA ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് സ്റ്റേജ് ഷോകൾ. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഉള്ള മലയാളികൾക്കായി കലാപരിപാടികളിലൂടെ സംഘടന ഫണ്ട് സമാഹരിച്ചു. ഈ പരിപാടികളിൽ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുകയും നൃത്തം അവതരിപ്പിക്കുകയും സംഗീത പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ലഭിച്ച വരുമാനത്തിന്റെ ഒരു ഭാഗം സംഘടനയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ടു. ഇത് മലയാള സിനിമയിലെ താരങ്ങളെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിച്ച ഒരു വേദിയായി മാറുകയും ചെയ്തു. AMMA സിനിമ നിർമ്മിക്കുന്ന ഒരു സംഘടനയല്ല, സിനിമ റിലീസ് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല, സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സ്ഥാപനമല്ല, അത് അഭിനേതാക്കളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എന്നാൽ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഭൂരിഭാഗവും അംഗങ്ങളായതിനാൽ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. AMMA മറ്റ് പല സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കാരണം മലയാള സിനിമയിലെ ജനപ്രിയ മുഖങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘടനയുടെ ഓരോ തീരുമാനവും സ്വാഭാവികമായും പൊതുശ്രദ്ധ നേടും. ഇതുവരെ നമ്മൾ കണ്ടത് AMMA രൂപീകരണവും ലക്ഷ്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആദ്യകാല യാത്രയുമാണ്. എന്നാൽ ഓരോ സംഘടനയുടെ ചരിത്രത്തിലും പോലെ AMMA ചരിത്രത്തിലും നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായി. ചില തീരുമാനങ്ങൾ പ്രശംസിക്കപ്പെട്ടു, ചില തീരുമാനങ്ങൾ കടുത്ത വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായി. അതിനെക്കുറിച്ച് നമുക്ക് കാണാം. കാലം മുന്നോട്ട് പോകുമ്പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷകളും മാറി തുടങ്ങി. 1990കളുടെ തുടക്കത്തിൽ ആരംഭിച്ച ഒരു ക്ഷേമ സംഘടന പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഘടനകളിൽ ഒന്നായി മാറി. അതിന് പിന്നിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. 1990കളിൽ മലയാള സിനിമയുടെ പ്രവർത്തന രീതി ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഒരു വിവാദം
എന്തായാലും അത് പത്രങ്ങളിലും ടെലിവിഷനിലും മാത്രമായിരുന്നു ചർച്ചയായിരുന്നത്. എന്നാൽ 2000കളുടെ തുടക്കത്തോടെ സ്ഥിതി മാറി. ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾ വന്നു. പിന്നീട് ഫേസ്ബുക്ക്, യൂട്യൂബ്, മുൻ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ ജനപ്രിയമായി. ഇതോടെ സിനിമാ താരങ്ങളുടെ ഓരോ പ്രസ്താവനയും സംഘടനയുടെ ഒരു തീരുമാനവും നിമിഷങ്ങൾക്കകം പൊതു ചർച്ചയായി മാറാൻ തുടങ്ങി. AMMAയും ഈ മാറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിഞ്ഞില്ല. കാലക്രമേണ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. പുതിയ തലമുറയിലെ അഭിനേതാക്കൾ സംഘടനയുടെ ഭാഗമാകാൻ തുടങ്ങി. അതേസമയം മുതിർന്ന കലാകാരന്മാരും സംഘടനയിൽ സജീവമായി തുടർന്നു. പഴയ തലമുറയും പുതിയ തലമുറയും ഒരേ വേദിയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന പ്രത്യേകത AMMAയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് സംഘടനയ്ക്ക് ശക്തി നൽകിയെങ്കിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായി. ഒരു കാലത്ത് AMMAയെ പൊതുജനങ്ങൾ പ്രധാനമായും ഒരു ക്ഷേമ സംഘടനയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ജനങ്ങളുടെ പ്രതീക്ഷ മാറി. ഒരു സാമൂഹിക വിഷയത്തിൽ AMMAയുടെ നിലപാട് എന്താണ്? ഈ സംഭവത്തെക്കുറിച്ച് സംഘടന എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഒരു അംഗത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്നു. ഇതോടെ സംഘടനയുടെ ഓരോ തീരുമാനവും കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്താൻ തുടങ്ങി. സിനിമാ താരങ്ങൾ ഉൾപ്പെട്ട ഏത് വാർത്തയ്ക്കും പൊതുവെ വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ AMMAയുടെ ജനറൽ ബോഡി യോഗങ്ങളോ തിരഞ്ഞെടുപ്പുകളോ വാർത്താ സമ്മേളനങ്ങളോ മാധ്യമങ്ങളുടെ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. മുൻപ് സംഘടനയ്ക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ പിന്നീട് പൊതുസമൂഹവും വിശദമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. നൂറുകണക്കിന് അംഗങ്ങളുള്ള ഒരു സംഘടനയിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല. ഭരണസമിതിയുടെ തീരുമാനങ്ങളോട് ചിലർ യോജിച്ചേക്കാം, മറ്റു ചിലർ വിമർശിച്ചേക്കാം. ചില അംഗങ്ങൾ സംഘടനയുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ ചിലർ തുറന്നു പറഞ്ഞ് എതിർപ്പും രേഖപ്പെടുത്തി. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പല ജനാധിപത്യ സംഘടനകളിലും കാണുന്നത് പോലെ AMMAയിലും ഉണ്ടായിട്ടുണ്ട്. AMMAയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പൊതു ചർച്ചകൾക്ക് വഴിവെച്ച കാലഘട്ടം 2017 ശേഷമുള്ള വർഷങ്ങളാണ്. ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച സംഭവത്തെ തുടർന്ന് മലയാള സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഈ സംഭവത്തിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ അന്വേഷണത്തിലേക്ക് മാത്രമല്ല സിനിമാ സംഘടനയുടെ പ്രതികരണത്തിലേക്കും തിരിഞ്ഞു. AMMAയുടെ ചില തീരുമാനങ്ങൾ ശക്തമായ വിമർശനങ്ങൾക്ക് ഇടയാക്കി. അതേസമയം സംഘടനയുടെ ഭാഗത്തുനിന്ന് വിശദീകരണങ്ങളും പുറത്തുവന്നു. ഈ സംഭവത്തെക്കുറിച്ച് വിവിധ കോടതികളിലും അന്വേഷണ ഏജൻസികളിലും നടപടികൾ നടന്നതിനാൽ അന്തിമമായി നിയമപരമായി സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നിഗമനങ്ങളിൽ എത്തുന്നത് ശരിയല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഭവങ്ങൾ AMMAയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുകളിൽ ഒന്നായി മാറി. സംഘടനയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിലും വലിയ മാറ്റം ഉണ്ടായി. തുടർന്നുള്ള വർഷങ്ങളിൽ സിനിമാ രംഗത്ത് കൂടുതൽ സുതാര്യത വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു. ജോലിസ്ഥല, സ്ത്രീകളുടെ സുരക്ഷ, പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ, സംഘടനകളുടെ ഉത്തരവാദിത്തം ഇവയെല്ലാം പൊതു ചർച്ചയുടെ ഭാഗമായി. AMMAയെ മാത്രമല്ല മുഴുവൻ മലയാള സിനിമാ മേഖലയെയും ഈ ചർച്ചകൾ സ്വാധീനിച്ചു. ഇവിടെയാണ് AMMAയുടെ ചരിത്രം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നത്. ഇനി ചോദ്യം ഇതാണ്, ഈ സംഭവങ്ങൾക്ക് ശേഷം സംഘടനയിൽ എന്തെല്ലാം മാറ്റം സംഭവിച്ചു? നേതൃത്വത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എന്താണ് മാറിയത്? ഇതിനെപ്പറ്റിയും നമുക്ക് നോക്കാം. 2017 ശേഷം മലയാള സിനിമയെക്കുറിച്ചുള്ള പൊതു ചർച്ചകൾക്ക് ഒരു പുതിയ ദിശ ലഭിച്ചു. സിനിമ ഒരു കല മാത്രമാണോ? അതോ ഒരു തൊഴിൽ മേഖല മാത്രമാണോ? ഒരു തൊഴിൽ മേഖലയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ഈ ചോദ്യങ്ങൾ മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സിനിമാ വ്യവസായങ്ങളെയും സ്വാധീനിച്ചു. പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ഇനി സിനിമയിൽ മാത്രമായിരുന്നില്ല, സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്കും സംഘടനകളിലേക്കും ഇത് വ്യാപിച്ചു. AMMAയും ഈ ചർച്ചകളുടെ ഭാഗമായിരുന്നു. മലയാള സിനിമയിൽ ഒരു സംഘടന മാത്രമല്ല പ്രവർത്തിക്കുന്നത്. സംവിധായകരുടെ സംഘടന, നിർമ്മാതാക്കളുടെ സംഘടന, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന, വിതരണക്കാരുടെയും പ്രദർശകരുടെയും സംഘടനകൾ, ഓരോ സംഘടനയ്ക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഒരു വലിയ സംഭവം നടക്കുമ്പോൾ പൊതുജനങ്ങൾ പലപ്പോഴും ഈ എല്ലാ സംഘടനകളിലും നിന്നും പ്രതികരണവും നിലപാടും സ്വീകരിക്കാറുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടുതൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകൾ പുതുമയുള്ളതല്ല. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആ ചർച്ചകൾ കൂടുതൽ ശക്തമായി. ജോലിസ്ഥല സുരക്ഷ, തുല്യാവസരങ്ങൾ, പരാതികൾ സ്വീകരിക്കുന്ന സംവിധാനങ്ങൾ, അധികാര ദുരുപയോഗം തടയാനുള്ള മാർഗങ്ങൾ, ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ ചർച്ചകൾ AMMAയെ മാത്രമല്ല മുഴുവൻ സിനിമാ മേഖലയെയും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു. മലയാള സിനിമയുടെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു രേഖകളിൽ ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന വിവിധ അനുഭവങ്ങളും വെല്ലുവിളികളും പഠിക്കാനാണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചു. സിനിമാ മേഖലയിലെ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ചും അധികാര ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിവിധ സംഘടനകളും തങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. AMMAയും അതിൽ ഉൾപ്പെടുന്നത് തെളിയിച്ച വസ്തുതകളാണെന്ന് പറയാനാകില്ല. അതേസമയം റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ സമൂഹത്തിൽ ഗൗരവമായ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നതും നിഷേധിക്കാനാവില്ല. ഇന്ന് ഒരു സിനിമാ സംഘടനയിൽ നിന്നും പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക സഹായം മാത്രമല്ല, സുതാര്യത, ഉത്തരവാദിത്തം, വ്യക്തമായ ആശയവിനിമയം, പരാതികൾ കൈകാര്യം ചെയ്യാനുള്ള കാര്യക്ഷമമായ സംവിധാനം, എല്ലാവർക്കും തുല്യ പരിഗണന. ഈ പ്രതീക്ഷകൾ കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് AMMAയ്ക്ക് മാത്രമല്ല എല്ലാ പ്രൊഫഷണൽ സംഘടനകൾക്കും ബാധകമാണ്. AMMA പോലുള്ള ഒരു സംഘടനയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഒരു വശത്ത് നൂറുകണക്കിന് അംഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കണം, മറുവശത്ത് പൊതുസമൂഹത്തിന്റെ വിശ്വാസവും നിലനിർത്തണം. ഈ രണ്ട് ലക്ഷ്യങ്ങൾ ഒരുപോലെ കൈവരിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സംഘടനയുടെ ഓരോ തീരുമാനവും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ AMMA നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരു ചെറിയ ക്ഷേമ സംഘടനയായി ആരംഭിച്ച സ്ഥാപനം ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമാ സംഘടനകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. എന്നാൽ ചരിത്രം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓരോ പുതിയ നേതൃത്വവും ഓരോ പുതിയ തീരുമാനവും ഈ സംഘടനയുടെ ഭാവിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 3 പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് കാലത്തിനനുസരിച്ച് മാറേണ്ടത് ഒരു തിരഞ്ഞെടുപ്പല്ല, അതൊരു ആവശ്യകതയാണ്. 1990കളിൽ രൂപം കൊണ്ട AMMAയുടെ മുന്നിലുള്ള വെല്ലുവിളികളും ഇന്നത്തെ വെല്ലുവിളികളും ഒരുപോലെയല്ല. അത് പ്രധാനമായും അംഗങ്ങളുടെ ക്ഷേമമായിരുന്നു ലക്ഷ്യം. ഇന്ന് അതിനൊപ്പം സുതാര്യത, ഉത്തരവാദിത്തം, ലിംഗസമത്വം, ജോലിസ്ഥല സുരക്ഷ, പൊതുജനങ്ങളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ പുതിയ പ്രതീക്ഷകളും സംഘടനയുടെ മുന്നിലുണ്ട്. ഒരു സംഘടനയുടെ വളർച്ച അതിന്റെ വിജയങ്ങളുടെ മാത്രമല്ല അളക്കുന്നത് വിമർശനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു, തെറ്റുകളിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് എന്നതും അത്രത്തോളം പ്രധാനമാണ്.
ഇന്നത്തെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന യുവ അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, സിനിമാ വിദ്യാർത്ഥികൾ എന്നിവരുടെ കാഴ്ച പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ കൂടുതൽ സുതാര്യമായ സംവിധാനങ്ങളും വ്യക്തമായ നയങ്ങളും എല്ലാവർക്കും ഒരുപോലെ ബാധകമായ നിയമങ്ങളും പ്രതീക്ഷിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഓരോ തീരുമാനവും പൊതുചർച്ചയാകുന്നതിനാൽ വിശ്വാസം നേടുന്നത് മുമ്പത്തേക്കാൾ കൂടുതൽ പ്രയാസകരമാണ്. എന്നാൽ അതേസമയം വിശ്വാസം നിലനിർത്താനുള്ള അവസരങ്ങളും കൂടുതലാണ്. സിനിമ സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ മറ്റൊരു സത്യമുണ്ട്. സമൂഹവും സിനിമയെ സ്വാധീനിക്കുന്നു. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമയും മാറുന്നു. സിനിമ മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഘടനകളും മാറേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ AMMAയുടെ കഥ ഒരു സംഘടനയുടെ മാത്രം കഥയല്ല, മലയാള സിനിമയുടെ പരിണാമത്തിന്റെ കഥ കൂടിയാണ്. AMMAയുടെ ചരിത്രത്തിൽ പ്രശംസിക്കപ്പെട്ട നിമിഷങ്ങളുണ്ട്, വിമർശിക്കപ്പെട്ട തീരുമാനങ്ങളുണ്ട്, പ്രതിസന്ധികൾ നേരിട്ട കാലങ്ങളുണ്ട്, ഐക്യം പ്രകടിപ്പിച്ച സന്ദർഭങ്ങളുമുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഒരു സംഘടനയുടെ യഥാർത്ഥ ചരിത്രം രൂപപ്പെടുന്നത്. ഒരു ചരിത്രത്തെയും വിജയങ്ങൾ മാത്രം ഉപയോഗിച്ച് വിലയിരുത്താനാവില്ല, അതുപോലെ വിവാദങ്ങൾ മാത്രം ഉപയോഗിച്ചും ഒരു സംഘടനയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ല. സമ്പൂർണ്ണ ചിത്രം കാണുമ്പോഴാണ് ചരിത്രം വ്യക്തമായി മനസ്സിലാകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് AMMAയെ അനുകൂലിക്കുന്ന ഒരു കഥയല്ല, വിമർശിക്കുന്ന ഒരു കഥയല്ല, ഒരു സംഘടനയുടെ ചരിത്രം, ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ, വെല്ലുവിളികൾ, പൊതുചർച്ചകൾ എന്നിവ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഏതൊരു ജനാധിപത്യ സമൂഹത്തിലും സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതേസമയം വിമർശനങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്നും അത്ര തന്നെ പ്രാധാന്യമാണ്. AMMAയുടെ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയോ ഒരു നേതൃത്വമോ മാത്രമല്ല, അംഗങ്ങളുടെ തീരുമാനങ്ങളും സമൂഹത്തിന്റെ പ്രതീക്ഷകളും കാലത്തിന്റെ മാറ്റങ്ങളുമാണ് ആ ഭാവിയെ രൂപപ്പെടുത്തുക. ചരിത്രം ഒരിക്കലും നിശ്ചലമല്ല. ഓരോ ദിവസവും അതിലേക്ക് പുതിയ അധ്യായങ്ങൾ എഴുതപ്പെടുകയാണ്. ആ പുതിയ അധ്യായങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് സമയം മാത്രമാണ് പറയുക. AMMAയുടെ ചരിത്രം നമ്മെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുന്നു. ഒരു സംഘടനയുടെ ശക്തി അതിന്റെ പ്രശസ്തിയിലോ അംഗസംഖ്യയിലോ മാത്രമല്ല, കാലത്തിനനുസരിച്ച് മാറാനും വിമർശനങ്ങളിൽ നിന്ന് പഠിക്കാനും അംഗങ്ങളുടെ വിശ്വാസം നിലനിർത്താനുമുള്ള ഒരു കഴിവിലുമാണ്. മലയാള സിനിമ വളരുന്നതിനൊപ്പം അതുമായി ബന്ധപ്പെട്ട സംഘടനകളും കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡോക്യുമെന്ററി ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ.